ഇത് ഞാനിപ്പോൾ ഉള്ളത് അമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അച്ഛൻ്റെ വീടാണ് ഞാൻ മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ കാപ്പിയുടെ വീഡിയോയിൽ കാണിച്ചത്. അത് മുഴുവനൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം അമ്മയുടെ വീട്ടിലേക്ക് അവിടെ കൊലിയരി ജംഗ്ഷനാണ്. ഇവിടെ കൊലിയരി മുക്കെന്ന് പറയും. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പം ഇതാണ് അമ്മയുടെ വീട്, കൊലിയരി വീട്. ഇതാണ് വീട്ടിലേക്കുള്ളൊരു എൻട്രൻസ് എന്ന് പറയുന്നുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ കുറച്ചും കൂടെ വലിയൊരു കയറ്റമായിരുന്നു. ഇവിടെ ഇപ്പം ഇങ്ങനെ താത്തിയതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് നമ്മുടെ പറമ്പാണ്. നമുക്ക് വേണ്ടി ഈ വഴി അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. ഞാൻ പക്ഷേ അങ്ങനെ ഇറങ്ങി പോകാറില്ലാത്തതുകൊണ്ട് ഇറങ്ങിപ്പോടില്ല. നമ്മുടെ പറമ്പാണ്. അതുപോലെ ഇവിടെയും നമ്മുടെ പറമ്പ് തന്നെയാണ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഇങ്ങനെ നമ്മൾ കയറി വരുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോൾ അതാണ് വീടിൻ്റെ എൻട്രൻസ് ഉണ്ട്. ആദ്യം ഇങ്ങനെ റൂഫിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. റൂഫിംഗ് ഒക്കെ ചെയ്തിട്ടിപ്പോൾ കുറച്ചാവുന്നേ ഉള്ളൂ. അവിടെയാണ് അന്ന് നമ്മൾ കണ്ട പട്ടിക്കൂട് തൊഴുത്തും കണ്ടോ. ഞാൻ അന്നൊരു വീഡിയോ എടുത്ത് കാണിച്ചു തന്നില്ലേ, അതാണ്. ഇപ്പുറ സൈഡിലാണ് മറ്റേ പട്ടിക്കൂടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ കാർഷെഡൊക്കെ നേരത്തെ കണ്ടതാണ്. ഇതാണ് സംഭവം ഞാൻ പറഞ്ഞതാ. ഇതാണ് അമ്മയുടെ വീട്. ബാക്കി നമ്മൾ കുറേ കാര്യം കണ്ടതാണ്. ഇവിടുന്ന് ഈ തൊഴുത്തിൻ്റെ ഇവിടെ നിന്നുള്ള ഈ ഭാഗത്താണ് ഞാൻ അന്ന് പറഞ്ഞില്ല ഡെയിലി ഇവിടെ എടുക്കാൻ പോകുന്നത്. അവിടെ ഇതാണ് മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു വ്യൂ. ഈ വണ്ടിയൊക്കെ ഇനി ഇവിടെ നമ്മൾ ഇറക്കിക്കൊണ്ട് പോകണം. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് വേണേൽ കയറ്റവും വേണം. അതാണ് ഒരാൾ കയറി ഇരിക്കുന്നുണ്ടോ തോളത്ത്. ഇറങ്ങിപ്പോൾ പുറത്തേക്ക് ഇറക്കി വിടാഞ്ഞിട്ട് പുറത്തു പോകാനായിട്ട് ബഹളം. തുറക്കണ്ടേ? കറയൊന്നുമില്ല, എന്നാലും പ്ലാസ്റ്റിക് കൂടെ എടുത്തോണ്ട് അപ്പുറത്ത് ചെന്നിട്ട് നമ്മൾ നാളെ വെളുപ്പിന് എറണാകുളത്തിന് പോവാം. ഇന്നിപ്പോൾ അതിൻ്റെ ഒരുക്കണം. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഓൾറെഡി ഞങ്ങൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ചൊവ്വാഴ്ചയാണ്, അല്ല ബുധനാഴ്ചയാണ്. നിങ്ങളെല്ലാം മേടിക്കുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ബുധനാഴ്ച. ഞങ്ങൾ വ്യാഴാഴ്ച ഇവിടുന്ന് പോകും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങളവിടെ കൊച്ചി എത്തിയിട്ടുണ്ടാവും. സോ പോവാണ്, അതിൻ്റെ ഒരുക്കങ്ങളാണ്. അത് ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ. അതാണ് അപ്പച്ചനുള്ളപ്പം എന്തായിരിക്കും എന്നറിയും. വണ്ടിയുടെ ഡിക്കിയും പിന്നെ മറ്റൊക്കെ ഫുള്ളായിരിക്കും. ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഞാൻ ഈ ഫ്ലാഷ് നോക്കി കണ്ടോ. ഇവിടെയൊക്കെ സാധനങ്ങൾ കൊണ്ട് നിറച്ചാക്കി. ഇത് മാത്രമല്ല, ഇതിനകത്ത് മൊത്തം സാധനമായിരിക്കും.
പോയോ? ഞാനിവിടെ ഉണ്ട്, എന്നെ കണ്ടില്ലേ? ഏത് വണ്ടി? ഈ വണ്ടിയോ? താക്കോലുണ്ടോ അതിൻ്റെ? താക്കോലും കൊണ്ടാ? വേണ്ട, ഞാൻ തോളാം. താക്കോലും കൊണ്ട്. ഇത് പ്രകാശം ഇത്രേ ഉള്ളോ? ഈ സൈഡിൽ ലൈറ്റില്ല. ആ സൈഡ് ലൈറ്റില്ല. നേരെ കിട്ടാൻ പോരെ? നേരെ മുന്നോട്ട് ഇടും, എന്നിട്ട് നമ്മുടെ വണ്ടി ഇങ്ങോട്ട് ഇങ്ങനെ ആക്കിയിരുന്നു. ഞാൻ കമ്പ് പോലെ മാറ്റിയാവും. അതങ്ങനെ ഇത് പടല് കാ കൊണ്ടുപോകണം, പടല് ഇരുത്തി കൊണ്ടുപോകും. ഞാനിപ്പോൾ ഈ വണ്ടി ഒന്ന് മുമ്പോട്ട് ഇടട്ടെ കേട്ടോ. ഫസ്റ്റിലാണോ? ഫ്രണ്ടൊക്കെ ഇടട്ടെ. മതിയോ? ഇനി ആ വണ്ടി ബാക്കോട്ട് പോകില്ലേ? ഈ വണ്ടിയുടെ ഗിയർ സിസ്റ്റം വേറെ മോഡലാണ്. ഈ വണ്ടിയുടെ ഇത് ഇറ്റിയോസ് ആണേ. ഇതിൻ്റെ ഗിയർ സിസ്റ്റം വേറെയാണ്. ഇതുണ്ടോ ഇതിൻ്റെ? ഇപ്പം 100 അല്ല. ഇതിൻ്റെ ഫസ്റ്റ് വരുന്നത് ഈ ഇവിടെ ഒരു നോബുണ്ട് കേട്ടോ, ഇങ്ങനൊരു സാധനമുണ്ട്. അത് നമ്മൾ ഇതേപോലെ വലിച്ചിട്ട് ഇങ്ങോട്ട് ഇടണം. ഇപ്പോഴാണ് ഫസ്റ്റ് റിവേഴ്സ് ഗിയർ വീഴണേ. അയ്യോ, ഗ്ലാസ്. എന്താ ശ്രദ്ധിക്കാവും. ആ കാലയിലോട്ട് വീണെങ്കിൽ എന്താ? ഇതൊക്കെ ഏറ്റവും മേലെ വെച്ച തേങ്ങ വെക്കണം. ഞാൻ ആ കുണ്ടത്തിൻ്റെ അങ്ങോട്ട് ചക്ക വെക്കാം. കവർ അവൻ്റെ കൈ വഴിയിട്ട് നീ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഉണ്ട്. കൊണ്ടോ? അത് നിന്റെ കൈ വഴിയാണ്. ഇതൊന്നും ആരും കാണില്ലല്ലോ. അല്ലേ കൊണ്ടുപോയിട്ട് കൊച്ചനൂറ് വെക്കുക. 5-6 പഴുത്ത ചക്കയത്. അത് അതെ പറിച്ചിട്ട് ഒരു കവറിലാക്കി കെട്ടി ഫ്രീസറിൽ വെക്കും. പഴുത്ത ആ ഒന്നും വെച്ചില്ല. ഈ കുഞ്ഞു ചക്ക എനിക്ക് ചക്കേനെ ഇടുന്നില്ല കേട്ടോ. ഇനി ചെറുതില്ല ഞങ്ങൾക്ക്. കൈവശം കൊടുത്ത കുറേ ആൾക്കാർ. സത്യം. ഇങ്ങോട്ട് വെക്കുന്നത് എന്നാ വിളിക്കുന്നുണ്ട്. വെച്ചില്ലേ? എടാ ഇനി അവിടെ കുറേ സാധനം ഇരിപ്പുണ്ട്. അതൊന്നും എടുത്തോണ്ട് എവിടെ? റൂമിനകത്തിരിക്കും. അവള് മടുത്തതാ.
എടി തേങ്ങ വേണമെങ്കിൽ ഇനിയും വരുമ്പോൾ കൊണ്ടുപോകാം. 10 നോക്കി. എനിക്ക് കൈ വേദന എടുത്തിട്ട് കെട്ടി വെച്ചേക്കുക. ഇവിടെ ഞങ്ങൾ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അൽക്കൊലത്താണ് ഇതൊക്കെ. ഇവിടെ എന്താ പോലും എടുക്കണ്ടേ. ആ കിട്ടി. ഇതൊക്കെ എന്തൊക്കെയാണല്ലോ കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് ഇങ്ങോട്ടൊക്കെ. ഈശ്വര, പിന്നെ ഉണ്ടോ? ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ഒന്നെടുക്കാം. എൻ്റെ അമ്മേ, ഞാൻ അങ്ങോട്ട് എടുക്കട്ടെ എന്നാ? ഇതൊക്കെ എന്താണോ എന്തോ. കണ്ടോ? ഇതെന്താ സാധനം? ഇത് അപ്പച്ചൻ്റെ ചെരുപ്പൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ടല്ലോ. അപ്പം ഇത് കൊണ്ടുപോകാനുള്ളതല്ലേ? ആ ജോളി മമ്മിയുടെ ചെരുപ്പ് അപ്പച്ചൻ ചെരുപ്പ്. അപ്പം അമ്മയല്ലേ പറഞ്ഞ റൂമിലുള്ള സാധനമൊക്കെ എടുത്തോണ്ട് വരാൻ? വീട്ടിലിടുന്ന ചെരുപ്പൊക്കെയാണ്. അപ്പം അമ്മയല്ലേ? നീ പറഞ്ഞ് തിരിയുവോ? അമ്മ എന്നോട് പറഞ്ഞു റൂമിലുള്ള സാധനമൊക്കെ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. വന്ന് കൊണ്ടുപോയി അമ്മയ്ക്ക് വന്ന് എടുത്ത് വെച്ചോളാം. അമ്മേൻ്റെ ഒരു കാര്യം. തിരിയുന്നോല്ലോ പറഞ്ഞു. അപ്പോൾ നമ്മുടെ പാക്കിങ് കഴിഞ്ഞു. ഇനി 2 ബാഗ് കൂടെ ഉള്ളൂ. ബാക്കിയെല്ലാം എടുത്തു വെച്ചത് രാവിലെ എടുത്ത് വെക്കുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ബൈ.